നിനക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ആദ്യം മുതലേ ഇഷ്ടമല്ല. അതാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഓടിക്കാൻ നോക്കുന്നേ. കൊള്ളാലോ, രണ്ടുപേരും കൂടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുവാണോ? അത് കൊള്ളാലോ. ചുമ്മാ നീ വായി തോന്നിയത് വിളിച്ച് പറയരുത്. വെറുതെ അല്ല പറയുന്നത്, തെളിവോടെ തന്നെയാ പറയുന്നത്. തെളിവോ? എന്ത് തെളിവ്? എന്ത് തെളിവാ നിങ്ങളുടെ കയ്യിലുള്ളത്? ദാ ഇതാണ് കിരൺ ഒപ്പിടാൻ കൊണ്ടുപോയ മുദ്രപത്രം. ഇത് വാങ്ങിയിരിക്കുന്നത് പൃഥ്വിയ. അത് ഞങ്ങൾ വെണ്ടറിനെ കണ്ട് കൺഫേം ചെയ്തു. അവിടെ കൊടുത്തിരിക്കുന്ന അഡ്രസ്സും ഒപ്പും പൃഥ്വിയുടേതാ. ഇനിയും വിശ്വാസമായില്ലെങ്കിൽ അതേ ഷോപ്പിലെ CCTV ഫുട്ടേജാ. അവിടെ നിന്ന് പൃഥ്വി സ്റ്റാമ്പ് പേപ്പർ വാങ്ങുന്നത് ഇതിലുണ്ട്. നിനക്ക് ഞങ്ങൾ ഇവിടെ താമസിക്കുന്നത് ആദ്യം മുതലേ ഇഷ്ടമല്ല. അതാ നീ ഇങ്ങനെയൊക്കെ ചെയ്ത് ഞങ്ങൾ ഇവിടെ ഓടിക്കാൻ നോക്കുന്നേ. കൊള്ളാലോ, രണ്ടുപേരും കൂടി കള്ളത്തെളിവുകൾ ഉണ്ടാക്കി വെച്ചിട്ട് എന്നെ കുറ്റക്കാരനാക്കാൻ നോക്കുവാണോ? നീ എന്നു മുതലാ പൃഥ്വി ഇത്ര ചീപ്പായിട്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും തുടങ്ങിയത്? നീ ഇന്ദ്രപ്രസ്ഥത്തിലെ പൂർണിമയുടെ അനിയനാ, അത് നീ മറന്നു. ഒരാളെ ഇഷ്ടമല്ലാന്ന് കരുതി ഇത്രയും വലിയ തെറ്റുകൾ ആരെങ്കിലും ചെയ്തു കൂട്ടോ? നിന്റെയൊക്കെ മനസാക്ഷി മരവിച്ചു പോയടാ പൃഥ്വി. ഞാൻ നിന്നെ കുറിച്ച് ഒരിക്കലും ഇങ്ങനൊന്നും കരുതിയിരുന്നില്ല. ഞാനാണ് ഇവരെ ഇവിടെ താമസിപ്പിച്ചു എന്നുള്ള കാര്യം നിനക്ക് അറിഞ്ഞൂടെ? അപ്പൊ കള്ളത്തരങ്ങൾ ഉണ്ടാക്കി നീ ചതിക്കാൻ നോക്കിയത് ഇവരെ മാത്രമല്ല, എന്നെ കൂടിയാ. നിർത്ത് പൂർണിമേ. ഞങ്ങൾ ഇങ്ങനെ ഒരു തെറ്റ് ചെയ്തുവെങ്കില് അതിന് കാരണക്കാരി നീ മാത്രമാ. അതെ, ഈ വീട്ടില് എല്ലാവർക്കും എല്ലാത്തിനും അവകാശ സ്വാതന്ത്ര്യം ഉണ്ടെന്നാണല്ലോ വെപ്പ്. പക്ഷെ ഒരിക്കൽ പോലും ഞങ്ങളുടെ ആരുടെ ഇഷ്ടത്തിന് ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്നുള്ളതാണ് സത്യം. പൃഥ്വി ഇങ്ങനൊരു തെറ്റ് ചെയ്യാൻ കാരണം എന്തായിരിക്കുമെന്ന് ഒരു നിമിഷമെങ്കിലും നീ ചിന്തിച്ചിട്ടുണ്ടോ? ഈ വീട്ടിൽ എല്ലാത്തിനും അവകാശിയായി ഇവൻ മാത്രമേ ഉള്ളൂന്ന് പറഞ്ഞു വെച്ചിട്ട് എവിടുന്നോ വലിഞ്ഞു കയറി വന്നവനെയൊക്കെ നീ അനിയനാണ് ആനയാണ് എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ കയറ്റി താമസിപ്പിച്ച് പൃഥ്വിയേക്കാൾ ഇമ്പോർട്ടൻസും സ്ഥാനമാനങ്ങളും എല്ലാം കൊടുത്താ പിന്നെ പൃഥ്വി എങ്ങനെ പെരുമാറണമെന്നാ നീ പറയുന്നേ? ഇതിലൊക്കെ എന്ത് ന്യായമുള്ളത്? ഇന്ന് വരെ ഈ വീട്ടില് നീ പറഞ്ഞത് മാത്രമേ നടന്നിട്ടുള്ളൂ. അതൊക്കെ ഞങ്ങൾ അനുസരിച്ചിട്ടുമുണ്ട്. ഇനിയും അങ്ങനെ തന്നെ മുന്നോട്ട് പോകാനാണ് തീരുമാനമെങ്കിൽ ഞങ്ങൾക്ക് ചില തീരുമാനങ്ങൾ മാറ്റേണ്ടി വരും. ചന്ദ്രമതി, മതി, ഇതോടെ നിർത്തിക്കോ. ഇനി ഒരു അക്ഷരം നീ ശബ്ദിക്കരുത്. പ്രതി തെറ്റ് ചെയ്തതും പോരാഞ്ഞിട്ട് നീ അവനെ ന്യായീകരിച്ച് സംസാരിക്കുന്നോ? അതും പൂർണിമയോട്?
അതേട്ടാ ചന്ദ്രജി മനസ്സിലുള്ള സഹദേവാ നിമിണ്ടായിരിക്കെ. അങ്ങനെ പറയുമ്പോ ആരോടാണ് പറയുന്നതെന്നും എന്താണ് പറയുന്നതെന്നും ചിന്തിക്കണം നീ. കിരണിനെയും ദുർഗയെയും നിങ്ങളുടെ ആരുടെയും സമ്മതമില്ലാതെ ഇവിടെ താമസിപ്പിച്ചു എന്നുള്ളൊരു തെറ്റ് മാത്രമേ പൂർണ്ണിമ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇവളില്ലായിരുന്നെങ്കിലേ ഈ കുടുംബം തന്നെ നാമാവശേഷമായിട്ട് പോകുമായിരുന്നു. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? നമ്മുടെ ചാനൽ തകർന്ന് തരിപ്പണമായിട്ട് ഇല്ലാതായി പോകേണ്ടതായിരുന്നില്ലേ? അവിടെ നിന്ന് ഈ കാണുന്ന നമ്പർ 1 സ്ഥാനത്തേക്ക് എത്തിയത് പൂർണിമയുടെ മാത്രം അധ്വാനം കൊണ്ടാ. അതിന്റെ ഫലത്തിലാ ഈ വീട്ടിൽ എല്ലാരും അഹങ്കരിച്ച് നടക്കുന്നത്. സ്വന്തം ജീവിതം പോലും മറന്ന് ഈ കുടുംബത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന പൂർണിമയാണ് നീയൊക്കെ ചെയ്ത കുറ്റത്തിന് കാരണക്കാരി എന്ന് പറഞ്ഞ് കുത്തുവാക്ക് പറയുന്നത്. ഇനി ഒരു അക്ഷരം നീ പൂർണിമയെ കുറിച്ച് പറഞ്ഞോ അടിച്ച് പല്ലി ഞാൻ താഴെയിടും. ഓ, അപ്പൊ എല്ലാം എന്റെ തെറ്റ് മാത്രമാണോ? എവിടുന്നോ വന്നു ഒരുത്തിന് വേണ്ടി ചേച്ചി വരെ എന്നെ കൈനീട്ടി അടിച്ചു. എന്നാ കേട്ടോ, ഇന്നല്ലെങ്കിൽ നാളെ ഞാനിപ്പോ തെറ്റായി ചെയ്യുന്നു പറഞ്ഞ കാര്യം ഇവരൊക്കെ സ്വത്തിന് വേണ്ടി ചെയ്യും. അന്ന് ഞാൻ പറയും ഇതിനൊക്കെയുള്ള മറുപടി. നീ കരുതിയിരുന്നോടാ. മതി പൃഥ്വി, ഇനി നിനക്ക് സംസാരിക്കാനുള്ള വോയിസ് ഇല്ല. കിരൺ, നമുക്ക് പോ. ഞങ്ങളുടെ മുന്നില് വേറെ വഴിയില്ലായിരുന്നു. അതുകൊണ്ടാ എല്ലാവരുടെ മുന്നില് കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വന്നത്. അതെ ചേച്ചി, കാര്യങ്ങൾ വഷളാവാതിരിക്കാൻ ഞങ്ങൾ മാക്സിമം നോക്കി. പക്ഷേ ഞങ്ങളെ കുറ്റവാളികളെ പോലെ പ്രതികൂട്ടി നിർത്തിയപ്പോ ഞങ്ങളുടെ മുന്നില് ഒരു വഴിയില്ലായിരുന്നു. നിങ്ങളുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. പിന്നെ ഞാൻ പറഞ്ഞിട്ടല്ലേ നിങ്ങൾ നിരപരാധിത്വം തെളിയിച്ചത്. ഒരു തരത്തിൽ പറഞ്ഞത് നന്നായി. ഇപ്പൊ എല്ലാവർക്കും എല്ലാം ബോധ്യമായല്ലോ. അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തെറ്റിദ്ധരിച്ചേനെ. തെറ്റ് പൃഥ്വിയുടെ ഭാഗത്ത് തന്നെയാ. അവരൊക്കെ എന്താ ഇങ്ങനെ പെരുമാറുന്നതെന്ന് സത്യത്തിൽ എനിക്ക് അറിയില്ല ദുർഗെ. ഇതിനൊക്കെ എന്താ കാരണം എനിക്കറിയില്ല. പൃഥ്വിയുടെ ഭാഗത്തുനിന്ന് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം ഞാൻ അവനെ വഴക്ക് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ തല്ലിയിട്ടുമുണ്ട്. പക്ഷെ ഇത്തവണ മാത്രം എന്താണെന്ന് അറിയില്ല. അവനെ തല്ലിക്കഴിഞ്ഞപ്പോ തൊട്ട് ഒരു സമാധാനവും ഇല്ല. മനസ്സിനകത്തൊരു നീറ്റല് പോലെ. ഈ നിസ്സാര കാര്യത്തിന് ഇത്രയും വിഷമിക്കുന്ന പൂർണിമ ചേച്ചി പൃഥ്വി ശരിക്കും ആരാണെന്നറിഞ്ഞ എത്രമാത്രം സങ്കടപ്പെടും. ആ വിഷമം ചേച്ചി എങ്ങനെ സഹിക്കും? നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തത്? ആരാണെന്ന് പോലും അറിയാത്ത ഒരു അനാഥ പയ്യന് വേണ്ടി പൂർണ്ണിമ എന്തിനാ എന്റെ മോനെ കൈനീട്ടി അടിച്ചത്?